എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ ചെടികൾക്കൊക്കെ മരുന്നടിക്കലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, മരുന്ന് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൂവെന്നുള്ള ലെവലായിരുന്നു. എന്താ വെച്ചാൽ ഇതൊക്കെ പുഴു തിന്നിട്ടേ. അപ്പോൾ അതിനൊന്നും മരുന്നടിക്കലാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പണി. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞും ഉണ്ട് കേട്ടോ നല്ലോണം. അപ്പോൾ ആ മഞ്ഞത്താണ് ഇപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാ ചെടിയിലും പുഴു തിന്നിട്ട് ഇലയൊന്നും കാണാത്ത പരുവാക്കി വെച്ചിറങ്ങും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്നാൽ ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇനി അടിക്കാൻ ചിലപ്പോൾ ചെടികളുണ്ടായിന്ന് വരില്ല. അമ്മാതിരി തീറ്റ പുഴു തിന്നണം. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാവുകയും ചെയ്തില്ല, ഇത് പുഴു തിന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ കുട്ടികളും ഇപ്പോൾ അവരൊക്കെ വന്നിട്ട് പറയുക, ഇപ്പോൾ ചെടികൾ കംപ്ലീറ്റ് പുഴു തിന്നിട്ട് ഇപ്പോൾ ഒരു പരിവും ഇല്ലാതെയാണ് നിൽക്കുന്നത് കേട്ടോ, ഇല തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോ, പുഴു കണ്ടില്ല, എത്ര പുഴുവാണെന്നറിയോ ഈ ചെടിയുമേ. പക്ഷേ മരുന്ന് ഇപ്പോൾ 2 ദിവസം അടിക്കാനുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും വഴുതിനയുടെ ഇലയൊക്കെ പൂവാൻ നിൽക്കുന്ന സാധനങ്ങളാണൊക്കെ. അപ്പോൾ അതിനൊക്കെ കണ്ടേ തിന്നിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല വിഷമാവും. എന്താ വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്കാണ് ഇതൊരുമ്പോൾ ചെയ്തിറക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് നോക്കുക, രാവിലെ ജോലിക്ക് പോണേക്കാട്ടി മുമ്പ് നമ്മൾ നോക്കുക, വൈകുന്നേരം 6:30 6:45 നമ്മൾ പണി കഴിഞ്ഞ് വരാൻ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് നനയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ നനയ്ക്കുന്നുണ്ട്. അപ്പോഴേക്ക് നന കഴിയുമ്പോഴേക്ക് 8 മണി 8:15 കഴിയും, അല്ലെങ്കിൽ 8:30 ആവും. എന്നിട്ട് അത്രയും നേരം നമ്മൾ തൊടിയിൽ തന്നെ പണിയണത്. അപ്പോൾ ഈ പുഴു ഒരു പുഴുവിനൊരു ദയം ദാക്ഷിണ്യം ഇല്ലാത്ത പോലെ പുഴു തിന്നണത്. ഇപ്പോൾ മുളക് തൈയിനൊക്കെ കായൊക്കെ ആയി. ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഒരു 1.5-2 മാസം ആയിട്ടുള്ളൂ കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ട്. ഇതിലൊക്കെ കായ ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ പണിയെടുത്തിട്ട് എല്ല് മുറിയെ പണിയെടുത്ത് കഴിഞ്ഞാൽ പല്ല് മുറിയെ തിന്നാന്നുള്ളൊരു ശാസ്ത്രമില്ല, അത് സത്യം തന്നെയാണ്. കാരണന്മാർ ആ ശാസ്ത്രം കണ്ടുപിടിച്ചത് അങ്ങനെ പറഞ്ഞത് നല്ല കാര്യം തന്നെ. എന്താ വെച്ചാൽ ആ പറയുന്നതിലൊരു യാതൊരു തെറ്റുമില്ല. നമ്മൾ നന്നായി പണിയെടുക്കുക, തൊടിയിൽ നന്നായി പണിയെടുക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട് അതിനുള്ള അനുഭവം കിട്ടും. എനിക്കിനി മുളക് വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ അമ്മാതിരി ഇപ്പോൾ മുളക് തൈകൾ എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുഴു കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ഇത്രയും നമ്മൾ സമയമില്ലാത്ത സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓടിപ്പാഞ്ഞ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ പുഴു ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിഷമം. അതോ ഒന്നിലും വഴുതന തൈയിലും വെണ്ട തൈയിൽ മുളകൻ തൈയിൽ അങ്ങനെയുള്ള എല്ലാ സാധനത്തിലും ഇതാണ്ടോ ഈ അമര ചെടിയിൽ അടക്കം പുഴു വന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മരുന്ന് അടിക്കുന്നത്, ഇപ്പോൾ ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളീച്ച അങ്ങനെയുള്ള ഇതിൻ്റെ പൂവിൻ്റെ മേലെ നിൽക്കുന്ന ചെറിയ ചെറിയ ഈച്ചപ്രാണികളില്ലേ, അതെല്ലാം പൂവെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെ അടിക്കണം കേട്ടോ. അതെന്തായാലും 2 ദിവസം നോക്കാം. അതൊക്കെ നോക്കണ്ടോ, പുഴു അങ്ങോട്ട് ഈച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊത്തിയിറക്കതുമേ. അപ്പോൾ അത് കുറ്റിയാമ്പരയാണ് കേട്ടോ. കുറ്റിയാമ്പര പൂത്തു വെച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 മാസം ആയി. ഇതെല്ലാം ഞാൻ ഒപ്പം തന്നെ വെച്ചത് കേട്ടോ. എന്താ വെച്ചാൽ തൊടിയിൽ എവിടെയും സ്ഥലം ഉണ്ടാവരുത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെപ്പാണ് വെച്ചാണ്. കവുങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സ്ഥലം അവിടെ ഇവിടെയൊക്കെ ബാലൻസാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇത് വെച്ചു. ഇത് വയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ്ലറിൽ വെച്ചിട്ടുണ്ട് ഞാൻ. സ്പ്രിംഗ്ലറൊക്കെ വയ്ക്കുക പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പ്രൊഫഷണൽ ആൾക്കാരെ കൊണ്ട് വെപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ലാഭങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് കാരണം ചെറിയൊരു നഷ്ടം നമുക്കുണ്ട്. ഇത്രയൊന്നും സാധനങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്ത കാരണം കൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് പറ്റണ പോലെ നമുക്ക് അങ്ങോട്ട് ചെയ്യാന്നുള്ള ലെവലിൽ സ്വന്തം റിസ്ക്കിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സ്പ്രിംഗ്ലറിൻ്റെ വെള്ളം തെറിക്കുമ്പോൾ എല്ലാവിടേക്കും തൊടി നനയുണ്ട് ഫുള്ള്. അപ്പോൾ എന്നാൽ എല്ലാവിടെയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാവിടെയും. ഇപ്പോൾ ഒരു ലെവലിൽ ഒരു സൈഡിൽ ഇങ്ങനെ കുറ്റിയാമ്പറോളം ഇങ്ങനെ ഒരു നിരക്ക് വെച്ചു. ഒരു നിര കംപ്ലീറ്റ് വഴുതന തൈ വെച്ചു. അതിൻ്റെ ഇടയിൽ ഒരു നിര കംപ്ലീറ്റ് മുളക് തൈ വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നിര കംപ്ലീറ്റ് വെണ്ട തൈ വെച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇത് വെച്ചാണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വാഴത്തൈക്കളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴയൊന്നും വീട്ടിലിപ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ എന്നാൽ ഉണ്ടാവുമോ ഇല്ലയെന്ന് നമുക്കൊരു പരീക്ഷണം നടത്തണ്ടേ. അപ്പോൾ അങ്ങനെ വാഴത്തൈക്കളും വെച്ചിട്ടുണ്ട്. വാഴത്തൈക്കളൊക്കെ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ചപ്പും അങ്ങനെയൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടോ ഞങ്ങളുടെ അതിൻ്റെ നോക്കിയൊക്കെ ഇലയുടെ അടിയിലൊക്കെ പുഴു ഇരിക്കണുണ്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും പണിയെടുത്തിട്ട് ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും. അങ്ങനെയാണ് പുഴു കാട്ടിയിറങ്ങുന്നത്. പക്ഷെ എല്ലാത്തിലും മരുന്നടിക്കുന്നുണ്ട്. കണ്ടോ കുറ്റിയാമ്പരൊക്കെ ഞാൻ കുറ്റിയാമ്പരൊക്കെ ഒപ്പം വെച്ചാൽ 1.5 മാസം തന്നെ ആയിട്ടുള്ള വെച്ചിട്ട് അതൊക്കെ പൂത്തു. ഇപ്പോൾ കായ ആകുമ്പോൾ നമ്മൾ പൊട്ടിക്കണം. നമുക്ക് കായ ഈ ലെവലിൽ പുഴു തിന്ന് പോവുകയാണെന്ന് വെച്ചാൽ കായൊന്നും ആവില്ല. അപ്പോഴേക്കും ചെടി നശിക്കും.
പക്ഷേ ഇപ്പം തന്നെ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് നന്നായി. എല്ലാത്തിലും അടിക്കുന്നുണ്ട്. അമരയിലും അങ്ങനെയുള്ള ഇനിയിപ്പോൾ തൊടിയിൽ ഇനി മരുന്ന് ഇത് അടിക്കാത്ത സ്ഥലമില്ല, എല്ലാത്തിലും അടിക്കുന്നുണ്ട്. ഇനി അത് സാധനം പോകരുതല്ലോ, പുഴുവിന് തിന്നാനുള്ള അവസരം ഇനി ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയാണ് അടിക്കുന്നത്. ഇത് പയറിൻ്റെ ചെടിയൊക്കെയാണ് കേട്ടോ. പയറിൻ്റെ ചെടി മുട്ട് കൊടുക്കാത്ത കാരണം ഇതിങ്ങനെ നിലത്ത് കൂടെ ഇങ്ങനെ പോവുക. എന്നാൽ ശരി, എന്നാൽ നിലത്ത് കൂടെ പോയിട്ട് എന്നാൽ തീർന്ന് പോകണ്ടുണ്ടാവട്ടെ എന്ന് നോക്കിയിട്ട് തന്നെ ഇരിക്കുന്നത്. 2 കോല് കുത്തി കൊടുത്തിട്ട് വള്ളി കയറൊക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഒന്ന് ചടയുന്നാവും. ഇത് പിന്നെ കുമ്പളവും മത്തനും ചിരങ്ങിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പുളിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പന്തലിട്ട് കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഈ പുളിയിലേക്കാണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കയറാന്ന് വെച്ചാൽ പുളിയുമ്പോൾ ഉണ്ടാവില്ലേ. അപ്പോൾ കുമ്പളങ്ങ കയറാനും ചിരങ്ങ കയറാനും സൗകര്യം ഈ പുളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ വെച്ചിറക്കുക. കയ്പയൊക്കെ കയറ്റുന്നുണ്ട് ടൈമേ. എല്ലാ സാധനവും കൊണ്ട് ഒറ്റ അടിക്ക് വിടാച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയെങ്കിലും ഇനി പുഴുവൊന്നും തിന്ന് പോവാതെ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു. ഇതിൻ്റെ റംബൂട്ടാൻ തൈയാണ് കേട്ടോ. റംബൂട്ടാൻ ഈ തല വന്നതൊക്കെ ഇപ്പോൾ ഞാൻ വെച്ചതിന് ശേഷം വന്ന തലകളാണ്. ഇതുണ്ടോ തലയൊക്കെ. അപ്പോൾ അത് റംബൂട്ടാൻ റംബൂട്ടാൻ ഉണ്ടാവുന്നുണ്ട്. ചുവപ്പ് റംബൂട്ടാനാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെച്ചിറക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ടാകുമ്പോൾ അറിയുള്ളൂ എന്ത് റംബൂട്ടാനാണെന്ന്. ഇത് പിന്നെ കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം.